എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഫോട്ടോ റീക്രിയേഷനാണ്. അപ്പോൾ നമ്മളിന്ന് എഡിറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതെടുത്ത ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫോട്ടോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നമുക്കൊരു കൈയുണ്ട്, പിന്നെ ഉള്ളത് അതിൻ്റെ കൈയുടെ ഭാഗത്തൊരു ക്രാക്കുണ്ട്, പിന്നെ ഉള്ളത് കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെയാണ്. അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാനാണ്. അപ്പോൾ നമുക്ക് അതുമേ ഫോട്ടോ എടുക്കാൻ പോകാം. ഫോട്ടോ എടുക്കുക. നിങ്ങൾ ഏകദേശം ഒരു 2 സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. ലൈറ്റ് കുറഞ്ഞ ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്കിനി എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളപ്പോൾ എടുത്ത ഫോട്ടോ നമ്മൾ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ എഫക്ട്സ് എടുക്കുക. എഫക്ട്സിൻ്റെ അത് ബ്ലർ കാണും. ബ്ലർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലറിൻ്റെ ഒന്ന് ഒരു പൊടിക്ക് ബ്ലർ കുറയ്ക്കാം. ഡൺ കൊടുക്കാം. അതിന് നമുക്കൊന്ന് എറേസ് ടൂൾ വേണം. നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ എറേസ് ചെയ്ത് കളയുക. ഇതോടെ സൂക്ഷിച്ച് നിങ്ങൾ എറേസ് ടൂൾ ഉപയോഗിച്ച് എറേസ് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ഫോട്ടോ ബ്ലർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി റൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട നമുക്ക് ഇതിൻ്റെ അകത്തൊരു ക്രാക്ക് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രാക്കിൻ്റെ ഫോട്ടോ. നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ കൃത്യം ലെവലിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇതിൻ്റെ അകത്ത് ബട്ടർഫ്ലൈ ആഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നമുക്കിനി അടുത്ത ബട്ടർഫ്ലൈനെ ആഡ് ചെയ്യാം. നമുക്കിനി ഒരു ബട്ടർഫ്ലൈയോടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആഡ് ഫോട്ടോ കൊടുക്കുക. നമ്മൾ ബട്ടർഫ്ലൈനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം പിക്സാർട്ടിൽ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ലൈറ്റ് റൂമിൻ്റെ അകത്ത് പോവാം.
അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈറ്റ്റൂമിൻ്റെ അകത്ത് എഡിറ്റിംഗ് തുടങ്ങാം. അതിൻ്റെ നമ്മൾ ലൈറ്റ്സിൻ്റെ അത് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. നമുക്ക് കോൺട്രാസ്റ്റ് ഒരു പൊടിക്ക് കൂട്ടാം, ഹൈലൈറ്റ്സ് ഒരു പൊടിക്ക് കൂട്ടാം, ഷാഡോസ് നമുക്കൊരു പൊടിക്ക് കുറയ്ക്കാം, വൈറ്റ്സ് നമുക്കൊരു പൊടിക്ക് കുറയ്ക്കാം. പിന്നെ ബ്ലാക്ക്സ് ഏകദേശം ഒരു 19 വരെ കുറച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കെയർ ടൂളിലേക്കാണ്. കെയർ നമുക്ക് ചെറിയൊരു കെയർ സെറ്റ് ചെയ്യാം. നമുക്ക് കെയറിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടാണ് കൊടുക്കാം. ഇനി അടുത്ത കളർ ടൂളിലേക്ക് പോവാം. ടെമ്പറേച്ചർ ഒരു പൊടിക്ക് വിട്ടിട്ടുണ്ട്, വൈബ്രൻസ് ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ്, സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറച്ചു. ഇനി അടുത്ത മിക്സ് ടൂളിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാം. നമുക്ക് റെഡ് ആകുമ്പോൾ ഒരു പൊടിക്ക് കൂട്ടാം, സാച്ചുറേഷൻ ഓറഞ്ചിൻ്റെ നമുക്കൊരു പൊടിക്ക് കൂട്ടാം, ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടാം, യെല്ലോ എടുക്കുക, യെല്ലോയുടെയും സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. ഗ്രീൻ എടുക്കുക, ഗ്രീനിൻ്റെ സാച്ചുറേഷൻ കിട്ടുന്നുണ്ട്. ഹ്യൂ നമുക്കൊരു പൊടിക്ക് കുറയ്ക്കാം, പൊടിക്ക് കൂട്ടാം, ലൂമിനൻസ് ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ്. ഇനി അടുത്ത അക്വയിലേക്ക് പോകാം. അക്വയുടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടുകയാണ്, ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് എഫക്ട്സിലേക്ക് പോകാം. എഫക്ട്സിൻ്റെ അത് നമുക്ക് ക്ലാരിറ്റി ഏകദേശം ഒരു 77 വരെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഡിവൈസ് ഏകദേശം ഒരു 24 വരെ കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വിഗ്നേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പോയിൻ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്പ്ലിറ്റ് ഓണിലേക്ക് പോവുക. സ്പ്ലിറ്റ് ഓണിൻ്റെ അത് ഹൈലൈറ്റ് ഏകദേശം ഒരു 241 ആ റേഞ്ചിൽ കൊണ്ടുവരണം. പിന്നെ ഷാഡോസ് ഏകദേശം ആ റേഞ്ചിൽ തന്നെ 147 ആ റേഞ്ച് വരണം. ഇതാണ് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ലൈറ്റ്സിലേക്ക് തന്നെ ആവാം. ഒരു പൊടിക്ക് എക്സ്പോഷർ കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം.